എല്ലാവർക്കും നമസ്കാരം. സ്മോൾ ടോക്സ് വിത്ത് പ്രീത സ്മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആദ്യം ഒനിയൻ പേസ്റ്റാണ് ഉണ്ടാക്കേണ്ടത്. ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, കാഷ്യൂനട്ട്, ഒനിയൻ ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. എണ്ണ ചൂടായതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒനിയൻ ചേർക്കണം. ഒനിയൻസ് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ടൊമാറ്റോയും അതുപോലെ കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായി ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുക. അതിനുശേഷം അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഏലക്കായും കരയാമ്പൂവും അതുപോലെ പട്ടയും നമ്മൾ അത് ആ എണ്ണയിലേക്ക് ഒന്ന് ചെറുതായി മൂപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ ഫ്രൈ ചെയ്ത് കിട്ടുന്ന സമയത്തിനുള്ളിൽ നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ ബട്ടറും ചേർക്കണം. ബട്ടറും ഓയിലും കൂടി ചേർക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആദ്യം ബേ ലീഫ് ചേർക്കുക. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, അതുപോലെ തന്നെ ജീര പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർക്കാം. മസാല എണ്ണയിൽ കിടന്ന് നന്നായി വഴറ്റുക. ഒന്ന് മൂടി വെച്ച് വേവിക്കുക. കാരണം അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഫ്രൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്യുക. നമുക്ക് സാധാരണ ഫ്രൈ ചെയ്യാതെ പനീറും ആഡ് ചെയ്യാം. അതാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറ്. അപ്പം ഞാനിതിനു വേണ്ടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തു. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഉപ്പും ചേർക്കുക. അതുപോലെ കസൂരി മേത്തിയും ചേർത്ത് നന്നായി ഇളക്കി ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സെർവ് ചെയ്യാം. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയായി നമുക്ക് നാളെ വീണ്ടും കാണാം. ഇതിൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീര് അതിന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. നോർത്ത് ഇന്ത്യൻ റെസിപ്പിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതൊന്നാണ് ജീരകം. അപ്പോൾ ബേ ലീഫിൻ്റെ ഒപ്പം കുറച്ച് ജീരകം കൂടി ചേർത്താൽ ഇതിനും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ജീരകം ചേർത്തിട്ടില്ല. പേഴ്സണലി എനിക്ക് ജീരകം അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജീരകം ഞാൻ ചേർത്തിട്ടില്ല. അതിന് പകരം ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്.